കേരളത്തിൽ നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നടക്കുന്നത് LBS മുഖേനയാണ്. നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള LBSന്റെ രജിസ്ട്രേഷൻ ഈ വർഷം വളരെ വൈകിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മെയ് 14 മുതലാണ് LBSന്റെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചത്. ജൂൺ 4-ന് രജിസ്ട്രേഷൻ അവസാനിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ജൂൺ 5-ആണ്. എന്നിട്ടും ഇതുവരെയും LBS രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടില്ല. ഈ ആഴ്ചയിൽ തന്നെ അതിനായുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രജിസ്ട്രേഷൻ വൈകുന്നതിന് കാരണങ്ങൾ പലതും ഉണ്ടാകാം. ആദ്യ കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കുന്നത് ഇൻസ്പെക്ഷൻസിൽ ഉണ്ടാകുന്ന ഡിലേയാണ്. നമുക്കറിയാം, എല്ലാ നഴ്സിംഗ് കോളേജുകളിലും യൂണിവേഴ്സിറ്റിയുടെയും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെയും ഇൻസ്പെക്ഷൻസ് ഉണ്ടാകാറുണ്ട്. ഈ വർഷത്തെ ഇൻസ്പെക്ഷൻസ് വൈകുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ LBS രജിസ്ട്രേഷൻ താമസിക്കുന്നത്. മറ്റൊരു കാരണമായി പറയുന്നത് നീറ്റ് ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ പുതിയ നഴ്സിംഗ് സീറ്റുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കാം രജിസ്ട്രേഷൻ വൈകുന്നത്. എന്നാൽ കാരണങ്ങൾ എന്തായാലും ഇതുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകുമെന്ന് കരുതപ്പെടുന്നു. എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ CBSE റിസൾട്ട് അനൗൺസ് ചെയ്തത്. പല കുട്ടികൾക്കും പ്രതീക്ഷിച്ച മാർക്കൊന്നും ലഭിച്ചില്ല. CBSEയുടെ പുതിയ വാല്യൂഷൻ സിസ്റ്റമായ OSM സിസ്റ്റത്തിലെ വീഴ്ചയാണ് കാരണമെന്ന് കണ്ടെത്തിയെങ്കിലും അതിനൊരു പരിഹാരം ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. റീവാല്യൂഷനും ഇതുവരെയും എവിടെയും എത്തിയിട്ടില്ല. LBS രജിസ്ട്രേഷൻ അവസാനിക്കുന്നതിന് മുന്നേ ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ CBSE കുട്ടികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും. മറ്റൊരു കാര്യം, ഇപ്രാവശ്യത്തെ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് റീനീറ്റ് ജൂൺ 21-നാണ് നടക്കുന്നത്. കുട്ടികൾക്ക് നീറ്റ് സ്കോർ മനസ്സിലാക്കാനും തങ്ങളുടെ അവസരങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാനും LBS രജിസ്ട്രേഷൻ വൈകുന്നത് സഹായിക്കും. അതുപോലെ തന്നെ +2ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ജൂൺ ലാസ്റ്റാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം LBSൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടാണ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നത്. അതുകൊണ്ട് തന്നെ റീവാല്യൂഷൻ്റെ റിസൾട്ട് കഴിഞ്ഞ വർഷം LBS പരിഗണിച്ചിരുന്നില്ല. രജിസ്ട്രേഷൻ പ്രോസസ്സ് വൈകുന്നത് ഈ വർഷം ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഉപയോഗപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ സമയത്ത് സീറ്റുകൾ വർദ്ധിപ്പിച്ചാലും അത് കുട്ടികൾക്ക് സഹായകരമാകും. എന്നാൽ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾ കേരളത്തിൽ അഡ്മിഷൻ പ്രതീക്ഷിച്ച് നിന്നാൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇൻഡെക്സ് മാർക്ക് 290 മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് സ്റ്റേറ്റ് മെറിറ്റിൽ LBS മുഖേന അഡ്മിഷൻ കിട്ടിയത്. ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾ LBS കൂടാതെ PNCMAK, AMCS, FNCK തുടങ്ങിയ അസോസിയേഷനിലേക്കും ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡെക്സ് മാർക്ക് കണ്ടെത്തി കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്കുമായി കമ്പയർ ചെയ്ത ശേഷം അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ കേരളത്തിൽ അഡ്മിഷന് കാത്തു നിൽക്കാതെ കേരളത്തിന് പുറത്തേക്ക് അഡ്മിഷൻ നോക്കുന്നത് നന്നായിരിക്കും. എല്ലാ കുട്ടികൾക്കും ആഗ്രഹിക്കുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കൂ.